എന്ത് കാര്യവും തുടങ്ങുന്നത് പോലെയല്ല അവസാനിപ്പിക്കേണ്ടത്. അതിനേക്കാൾ മേത്തരമായ രീതിയിൽ, അതിനേക്കാൾ ഗ്ലോറിയസ് ആയിട്ട് വേണം അവസാനം. എല്ലാത്തിനും ഒരു ഗ്രാൻഡ് ഫിനാലെ ആവശ്യമാണ്. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും വീണ്ടും ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പത്താലല്ല ദൈവത്തിൻ്റെ ഓരോ വാക്കിനാലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഇന്നും നമ്മൾ കർത്താവിൽ നിന്ന് പുതിയ വചനം സ്വീകരിക്കുവാൻ, ഡെയിലി ബ്രെഡ് സ്വീകരിക്കാനാണ് വന്നിരിക്കുന്നത്. സോ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും തയ്യാറെടുക്കാം. നമ്മുടെ ഡെയിലി ബ്രെഡിന് വേണ്ടി കർത്താവിൻ്റെ അടുക്കിലേക്ക് ഇസ്രായേൽ മക്കൾ ഓരോ ദിവസം മന്നയ്ക്ക് വേണ്ടി കാത്തിരുന്നത് പോലെ നമുക്ക് കാത്തിരിക്കാം. കർത്താവ് ഇന്ന് നിശ്ചയമായും നമ്മളെ സംതൃപ്തിപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കോ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. തിരുവനന്തപുരത്തിൽ നിന്ന് ശോഭ സിസ്റ്ററാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് സിസ്റ്ററെ അനുഗ്രഹിക്കുന്നു, ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, രോഗസൗഖ്യം അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിൻ്റെ ലൈഫിൽ കർത്താവെ വേണ്ട മേഖലയിൽ രോഗസൗഖ്യത്തെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ മകളുടെ ചെവിയുടെ ആ തടിപ്പ് യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകളും സൗഖ്യമാകട്ടെ. ഭർത്താവിന് ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളിലും അങ്ങ് ഇറങ്ങിച്ചെന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു അവരുടെ ഭവനത്തിലൊരു അംഗമായി തീരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. കർത്താവ് സിസ്റ്ററേയും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ സാധിക്കും. ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ഈ ആഴ്ച അതിശക്തമായ ചില മീറ്റിങ്സാണ് വരുന്നത്. നമുക്ക് ഈ വെള്ളിയാഴ്ച നമ്മുടെ ഗുഡ് ഫ്രൈഡേ സർവീസ് വരുന്നു. ശനിയാഴ്ച ട്രിവാൻഡ്രം ജില്ലയിൽ സെലിബ്രേഷൻ ഓഫ് ദ ക്രോസ് എന്ന് പറഞ്ഞ അതിശക്തമായ മീറ്റിംഗ് വരുന്നു. ഇതിനെല്ലാം വീഡിയോസ് ഇതിന് ശേഷം നിങ്ങൾ കാണും. അപ്പോൾ തന്നെ കുട്ടികൾക്ക് വേണ്ടി സമ്മർ സ്പ്ലാഷ് വരുന്നു. അതിൻ്റെ അടുത്ത ആഴ്ച വരുന്നത് നമുക്ക് ടീൻസിന് വേണ്ടി ടീൻ കോൺഫറൻസ്, ടീൻ കോൺ 2026 വരുന്നു. വരാൻ വരുന്ന ആൾക്കാരെല്ലാം വരിക. കർത്താവ് അതിശക്തമായ കാര്യങ്ങൾ ഈ ഏപ്രിൽ മാസം ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ചേർന്ന് ആരാധിക്കാം. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ മോദമോടിന്ന്. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന്. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിനാ ആരാധിക്കാം യേശു കർത്താവിനെ.
വെൽക്കം ബാക്ക്. നമുക്കിന്ന് മാർച്ച് 31 ചൊവ്വാഴ്ച ഫോക്കസ് വേർഡ് കംപ്ലീഷൻ. നിങ്ങളുടെ ഈ സൂപ്പർ നാച്ചുറൽ ഡിവോഷണൽ ഡയറി, അതിൽ ആ പേജ് എടുക്കുക. ഈ റിബൺ ഉപയോഗിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ റിബൺ ഉപയോഗിച്ച് ആ പേജ് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ ഫോക്കസ് വേർഡ് കംപ്ലീഷനാണ്, സമ്പൂർണ്ണത അല്ലെങ്കിൽ പൂർത്തീകരിക്കൽ. എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക കംപ്ലീഷൻ. അതിലാണ് നമ്മളിന്ന് കയറി പിടിക്കുന്നത്. ഓരോ ദിവസം ഇങ്ങനെ കുറേ കേട്ട് എഴുതി അങ്ങനെ പോകുന്നതിനപ്പുറത്ത് ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യണ്ടേ? അതുകൊണ്ട് അത് ഓരോന്നും എഴുതി പോകണം. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടണം. ഹഗ്ഗായി ചാപ്റ്റർ 2 and verse number 9. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 2:9 വചനത്തിൽ ദ ഗ്ലോറി ഓഫ് ദിസ് പ്രസൻറ്റ് ഹൗസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ഗ്ലോറി ഓഫ് ദ ഫോമർ ഹൗസ്. അപ്പോൾ അവിടെ പറയുന്നതനുസരിച്ച് ഈ ആലയത്തിൻ്റെ മഹത്വം മുൻപിലത്തേതിനേക്കാൾ വലുതായിരിക്കും. ഒത്തിരി പ്രാവശ്യം പ്രസംഗിക്കപ്പെടുന്ന, നമ്മൾ വായിക്കുന്ന, പറയുന്ന, പ്രാർത്ഥിക്കുമ്പോൾ ചേർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണിത്. The glory of this present house will be greater than the glory of the former house. ഈ ആലയത്തിൻ്റെ മഹത്വം, ഇപ്പോൾ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ആലയത്തിൻ്റെ മഹത്വം മുമ്പിലത്തേതിനേക്കാൾ വലുതായിരിക്കും. ഇതാണ് വാഗ്ദത്ത വചനം. ഡെക്ലറേഷൻ നോക്കുക. ഗോഡ് കംപ്ലീറ്റ്സ് വാട്ട് ഹി ബിഗാൻ ഇൻ മീ. എന്നിൽ ആരംഭിച്ച പ്രവൃത്തി ദൈവം തികയ്ക്കും. The work of my hands will end in glory and in grace. എൻ്റെ കരങ്ങളുടെ പ്രവൃത്തി will end in glory and in grace. മഹത്വത്തിലും അതുപോലെ വർധനവിലും അവസാനിക്കും. ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ചെല്ലാം വായിക്കുക, റെഡിയാകുക. ഇനി നമുക്കിതിൻ്റെ കംപ്ലീഷനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം, കുറിച്ച് വയ്ക്കാം. നമ്പർ 1, ഗോഡ് എൻകറേജസ് us ടു ഫിനിഷ് വാട്ട് ഹി സ്റ്റാർട്ടഡ്. ദൈവം നമ്മിൽ ആരംഭിച്ചതിനെ പൂർത്തിയാക്കുവാൻ ദൈവം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ, ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ഹാഡ് ബിഗൻ റീബിൽഡിംഗ് ദ ടെമ്പിൾ ബട്ട് ബിക്കം ഡിസ്കറേജ്ഡ്. ഈ സാഹചര്യത്തിൽ, ഹഗ്ഗായി ഇത് പ്രവചിക്കുന്ന ആ സാഹചര്യത്തിൽ, ഇസ്രായേൽ ജനം ഈ ആലയത്തിൻ്റെ പണി, തകർക്കപ്പെട്ട ആലയത്തിൻ്റെ പണി പുനരാരംഭിച്ചെങ്കിലും പലവിധ പ്രയാസങ്ങൾ കൊണ്ട്, ഞാൻ എപ്പോഴും പറയുന്നത്, ഏത് ബിൽഡിംഗ് പ്രോജക്റ്റിനെതിരെയും വലിയ പ്രശ്നങ്ങൾ ഉയരും. ഭയങ്കരമായ ജനം അതിനെ എതിർക്കാൻ തുടങ്ങും. സോ അങ്ങനെ ഇവർ ഭയങ്കരമായി തളർന്നു പോകുന്ന സാഹചര്യം വന്നു. So through the prophet Haggai, God encouraged them to continue the work until completion. ആ സമയത്താണ് ദൈവപുരുഷനായ പ്രവാചകനായ ഹഗ്ഗായിക്ക് ദൈവത്തിൽ നിന്നൊരു ഭയങ്കരമായി ഒരു എൻകറേജ്മെൻറ്റ് വരികയാണ്. ടു കണ്ടിന്യൂ ദ വർക്ക് അൺടിൽ കംപ്ലീഷൻ. ഇത് പൂർത്തിയാക്കണം. അപ്പോൾ ദൈവം എത്രത്തോളം കരുതലോടുകൂടെ കൂടെ നിന്ന് ആ പണികൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് നമ്മൾ മറക്കരുത്. ഈ മാസം സൂപ്പർ നാച്ചുറൽ ബിൽഡിംഗ് ആണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 127 സങ്കീർത്തനത്തിൻ്റെ 1 വചനമാണ് നമ്മുടെ ഈ മൊത്തം ഈ ഒരു മാസത്തേക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുന്നത്. അതിൽ ഒന്ന് ഓർത്ത് നോക്കിയേ, യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അപ്പോൾ കർത്താവ് ഇവിടെ അധ്വാനിക്കുന്നത് കണ്ട് പണിയുന്നവരോടൊപ്പം, അതിന് നേതൃത്വം കൊടുക്കുന്നവരോടൊപ്പം, ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൈകാര്യം ചെയ്യുന്നവരോടൊപ്പം കർത്താവ് കൂടെ നിന്ന് അവർ എൻകറേജ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. സോ ഗോഡ് വാല്യൂസ് നോട്ട് ഓൺലി ബിഗിനിങ്സ് ബട്ട് ഫെയ്ത്ത്ഫുൾ കംപ്ലീഷൻ. തുടങ്ങാൻ എളുപ്പമാണ്, ആരംഭശൂരത്വം എന്നാണ് അതിന് പറയുന്നത്. ഒത്തിരി പേർക്കുണ്ടത്. പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കുക, പക്ഷേ അവസാനം വരെ കൊണ്ടുപോകാൻ പലർക്കും ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ട്സാണ് അധികം പേര് ഈ ഭൂമിയിലുള്ളത്, തുടങ്ങിയിട്ട് പൂർത്തിയാക്കാത്തവർ. ദൈവത്തിൻ്റെ നേച്ചറിലേ അതില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും തുടങ്ങിയാൽ അത് പൂർത്തിയാക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങിയത് വെളിപ്പാട് പുസ്തകത്തിൽ പൂർത്തിയാക്കുന്നു. അതുകൊണ്ടാണ് അവനെ നമ്മൾ ആൽഫയും ഒമേഗയും, ആരംഭവും അവസാനവും, ആദ്യനും അന്ത്യനും എന്ന് നമ്മൾ വിളിക്കാൻ കാരണം.
ദൈവത്തിൻ്റെ സ്വഭാവമാണത്. Zechariah chapter 4 verse number 9, the hands of Zerubbabel have laid the foundation of this temple. His hands will also complete it. അപ്പോൾ സെരുബ്ബാബേലിൻ്റെ കൈകളാണ് ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടത് എങ്കിൽ അവൻ്റെ കൈകൾ കൊണ്ട് തന്നെ ഞാനിതിനെ പൂർത്തിയാക്കും. ചിലരുടെ മുഖത്ത് നോക്കി ഞാനിപ്പോൾ പ്രവചിക്കുകയാണ്. ഹലോ ശ്രദ്ധിക്കുക. നിങ്ങളെ കൊണ്ട് ആരംഭിച്ച ചിലത് നിങ്ങളെ കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ ദൈവം സഹായിക്കും. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. ഡയറിയിലൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക, ടൈപ്പ് ചെയ്തിടുക, മൊബൈലിൽ ടൈപ്പ് ചെയ്ത് വയ്ക്കുക. എന്നെക്കൊണ്ട് ദൈവം ആരംഭിച്ചത് എന്നെക്കൊണ്ട് തന്നെ കർത്താവ് പൂർത്തിയാക്കും. കാരണം ആൽഫയും ഒമേഗയുമായവനാണ് എൻ്റെ അകത്തിരിക്കുന്നത്. ഇതിനെ പറയുന്നത് ദ സ്പിരിറ്റ് ഓഫ് എ ഫിനിഷർ. എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്. വിന്നേഴ്സ് ഫാക്ടറി എന്ന് പറയുന്നത് നമ്മൾ ഇറക്കിയിട്ടുള്ള പുസ്തകത്തിലൊക്കെ അത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ദ സ്പിരിറ്റ് ഓഫ് എ ഫിനിഷർ, അതായത് പൂർത്തിയാക്കുന്നവൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പൂർത്തിയാക്കുന്നവൻ്റെ മനോഭാവം, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ഫിലിപ്പി ലേഖനം 1:6 ഹി ഹു ബിഗാൻ എ ഗുഡ് വർക്ക് ഇൻ യു വിൽ ക്യാരി ഇറ്റ് ഓൺ ടു കംപ്ലീഷൻ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാന നാളോളം അതിനെ തികയ്ക്കും. ദാറ്റ് മീൻസ് ഗോഡ് ഈസ് കമ്മിറ്റഡ് ടു ദ വർക്ക്സ് ഹി ബിഗാൻ. കർത്താവ് ആരംഭിച്ച പ്രവൃത്തി തീർക്കുവാൻ അവൻ വളരെ പ്രതിജ്ഞാബദ്ധതയുള്ളവനാണ്. എക്ലീസിയാസ്റ്റസ് 7:8, സഭാപ്രസംഗി 7:8, ദി എൻഡ് ഓഫ് എ മാറ്റർ ഈസ് ബെറ്റർ ദാൻ ഇറ്റ്സ് ബിഗിനിങ്. ഒരു കാര്യത്തിൻ്റെ അവസാനം ആരംഭത്തേക്കാൾ വലുതാകുന്നു, ആരംഭത്തേക്കാൾ നല്ലതാകണം അല്ലെങ്കിൽ നല്ലതാണ്. എന്ത് കാര്യവും തുടങ്ങുന്നത് പോലെയല്ല അവസാനിപ്പിക്കേണ്ടത്. അതിനേക്കാൾ മേത്തരമായ രീതിയിൽ, അതിനേക്കാൾ ഗ്ലോറിയസ് ആയിട്ട് വേണം അവസാനം. എല്ലാത്തിനും ഒരു ഗ്രാൻഡ് ഫിനാലെ ആവശ്യമാണ്. ചില ആളുകൾ അതിഭയങ്കരമായി കൊട്ടിഘോഷിച്ച് പലതും തുടങ്ങും. ചില ഗവൺമെൻറ്റുകൾ കണ്ടിട്ടുണ്ട്, കൊട്ടിഘോഷിച്ച് ഭയങ്കരമായ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നു, പക്ഷേ നടത്തിക്കൊണ്ടു പോകാൻ ആളില്ല. അങ്ങനെയാണ് സാധാരണ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കല്ലേ. കൊട്ടിഘോഷിച്ച് ആരംഭിച്ച ഇന്ന പ്രോജക്റ്റ്, ഇന്ന ബിൽഡിംഗ് ഇതാ പായൽ പിടിച്ച് അല്ലെങ്കിൽ കാട് വളർന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ജേർണലിസ്റ്റുകളൊക്കെ അത് പോയി കണ്ടുപിടിക്കും. ചിലർ വിവാഹ ജീവിതം ആരംഭിക്കുന്നത് ഭയങ്കരമായിട്ടാണ്. എന്ന് വെച്ചാൽ ഇല്ലാത്ത കാശുണ്ടാക്കി ലോണെടുത്ത് കടം മേടിച്ച് പലരെ കൊണ്ടും ചെയ്യിപ്പിച്ചൊക്കെ അതിഭയങ്കരമായി ലക്ഷങ്ങളും കോടികളും മുടക്കി വിവാഹ ജീവിതം ആരംഭിക്കുന്നു. എന്നാലോ കുറേ കഴിയുമ്പോൾ അത് പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥകളിലേക്ക് വരുന്നു. അപ്പോൾ എന്നാൽ ചിലരുണ്ട് വളരെ ലളിതമായിട്ടാണ് ജീവിതം തുടങ്ങുന്നത്, പക്ഷേ വളരെ ഗ്ലോറിയസ് ആയിട്ട് അവർ അവസാനിപ്പിക്കും. നമുക്കൊക്കെ ആ ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, കമ്മിറ്റഡ് ആകണം. ഫെയ്ത്ത്ഫുൾനെസ് മീൻസ് ഫിനിഷിങ് വാട്ട് ഗോഡ് ഹാസ് എൻട്രസ്റ്റഡ് ടു അസ്. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസ്തത എന്ന് പറഞ്ഞാൽ മൂടുള്ളപ്പോൾ 1-2 ദിവസം 3 ആഴ്ച അതല്ല. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ ദൈവം കൈകളിൽ ഏൽപ്പിച്ചത് അല്ലെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് ആരംഭിച്ചത് ചെയ്ത് പൂർത്തിയാക്കുക, അതാണ് വിശ്വസ്തത. ഒരു കെട്ടിടം പണി ആരംഭിച്ചു, അതിൻ്റെ ഫൗണ്ടേഷൻ റെഡിയായി, താമസിക്കാൻ പറ്റുമോ? താമസിക്കാൻ പറ്റുമോ? നോ. ഭിത്തി വരെയായി, സൺഷെയ്ഡ് വരെയായി, താമസിക്കാൻ പറ്റുമോ? നോ. ചിലപ്പോൾ മേൽക്കൂരയും ആയി കാണും, പക്ഷേ എങ്കിലും ബാക്കി പ്ലാസ്റ്ററിങ് കിടക്കുന്നു, ഫ്ലോറിങ് കിടക്കുന്നു, ഫർണിച്ചർ, ഇതെല്ലാം ശരിയായ രീതിയിൽ താമസിക്കണമെങ്കിൽ ഇതെല്ലാം വേണ്ടേ? അപ്പോൾ ചില ആളുകളൊക്കെ വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടൊക്കെ ചിലതൊക്കെ തല്ലിക്കൂട്ടിയൊക്കെ കയറാറുണ്ട്. പക്ഷേ നോർമലി നമുക്കൊരു കാര്യത്തിൻ്റെ പൂർത്തി വന്നെങ്കിൽ മാത്രമേ. സോ കംപ്ലീഷൻ ബ്രിങ്സ് പേർപ്പസ് ഇൻ ടു ഫുൾ എക്സ്പ്രഷൻ. ഒരു കാര്യം പൂർത്തിയാകുമ്പോഴാണ് അതിൻ്റെ ഫുൾ എക്സ്പ്രഷനിലേക്കുള്ളതിൻ്റെ പേർപ്പസിലേക്ക് വരുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് കാര്യവും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഫുൾ എക്സ്പ്രഷനിൽ എത്തുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്പർ 2, കംപ്ലീഷൻ ഓഫ്റ്റൻ റിക്വയർസ് പെർസിവിയറൻസ്. നമുക്ക് ഒരു കാര്യം പൂർത്തിയാക്കണമെങ്കിൽ ആവശ്യമുള്ള ഒരു ഘടകം എന്താണ്? സ്ഥിരോത്സാഹം. ഓഫ് കോഴ്സ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഈ നീണ്ടു നിൽക്കുന്നൊരു പ്രോജക്റ്റ് ആണെങ്കിൽ ഇടയ്ക്ക് വെച്ച് മടുപ്പൊക്കെ വരാം, ബോറടിക്കും, മടുപ്പ് വരും, വിരസത വരും, ഇതൊക്കെ സ്വാഭാവികമാണ്. എങ്കിലും
നമുക്കൊരു സ്ഥിരോത്സാഹം ഉണ്ടെങ്കിൽ മാത്രമേ ഫിനിഷിംഗ് ലൈനിൽ അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ പറ്റൂ. ദ ബിൽഡിംഗ് ഓഫ് ദ ടെമ്പിൾ ഫേസ്ഡ് ഓപ്പോസിഷൻ, ഡിലേ ആൻഡ് ഡിസ്കറേജ്മെൻറ്റ്. ദ റീബിൽഡിംഗ് ഓഫ് ദ ടെമ്പിൾ ഫേസ്ഡ് ഓപ്പോസിഷൻ ആൻഡ് മെനി ടൈംസ് ഡിലേ, മെനി ടൈംസ് ഡിസ്കറേജ്മെൻറ്റ് ആൻഡ് അതർ നെഗറ്റീവ് ഫാക്ടേഴ്സ്. ഇവർ ദേവാലയം പണി ആരംഭിച്ചെങ്കിലും ഇടയ്ക്ക് വെച്ച് ഭയങ്കരമായ പ്രതികൂലങ്ങൾ. ഇവരുടെ ശത്രുക്കൾ ഇതുവരെ ഈ ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങൾ മിസ്യൂസ് ചെയ്തുകൊണ്ടിരുന്നവർ, അതുമാത്രമല്ല വിചാരിച്ചതുപോലെ പണികൾ മുന്നിലേക്ക് പോകുന്നില്ല. മടുപ്പ് വരില്ലേ? ഡിസ്കറേജ്മെൻറ്റ്, അതിഭയങ്കരമായി നിരുത്സാഹം വരാം അകത്ത്. വേണ്ട, ഇട്ടിട്ട് പോവാം. ഞങ്ങളുടെ വീട് പണിത സമയത്തിന് ഇടയ്ക്ക് വെച്ച് ഞാൻ ചിലർ വിളിച്ചിട്ട് പറഞ്ഞു അതങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. കാരണം മടുപ്പ് വന്നു, തീരുന്നില്ല, വൈകി 7 വർഷത്തോളം എടുത്തു വീടൊന്ന് പണിത് പൂർത്തിയാക്കാൻ. ഇടയ്ക്ക് വെച്ച് പണം ഫണ്ട്സ് ഇല്ലാതെയുള്ള ഷോർട്ടേജുകൾ, ആളുകൾ തന്നെ അയൽക്കാർ അതിനെതിർക്കുന്നു, അതിനെതിരെ ധർണ നടത്തുന്നു, ഡിപ്പാർട്ട്മെൻറ്റുകൾ കേസുകൾ കൊണ്ട് കൊടുക്കുന്നു, പരാതികൾ കൊടുക്കും. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോഴേക്കും നമുക്ക് തന്നെ അവസാനം ഒരു വലിയ മടുപ്പ് വരും. ആ സമയത്താണ് ദൈവം ഒരു ദൈവദാസനെ പ്രാർത്ഥിച്ചു. അദ്ദേഹം ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനൊരു വീട് പണി അദ്ദേഹത്തിന് അറിയില്ല, വീട് പണി കാണുന്നു, പക്ഷേ അടുത്തൊരു 6 മാസത്തിനത് പൂർത്തിയാക്കുന്നു. അപ്പോൾ ഞാൻ ചില ആളുകളെ വിളിച്ചിട്ട് ഇത് കച്ചവടമാക്കിക്കൊള്ളാം, ഉള്ള ഷേപ്പിൽ ഞാൻ കൊടുത്തേക്കാം എന്ന് വരെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇതേ ഒരു അനുഭവത്തിലൂടെയാണ് അന്നത്തെ ഇസ്രായേൽ മക്കൾ പോകുന്നത്. ഇതെങ്ങനെ പൂർത്തിയാക്കും? ഭയങ്കരമായ പ്രശ്നങ്ങൾ, ഡിലേ വരുന്നു, ഡിസ്കറേജ്മെൻറ്റ് വരുന്നു. ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരാം. എന്തിനും ചിലർ PhD തുടങ്ങാൻ ആരംഭിക്കുന്നു, പക്ഷേ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ തന്നെ നോക്കിയാൽ പല പുസ്തകങ്ങളും എഴുതാൻ വേണ്ടിയിട്ട് ആദ്യത്തെ കുറേ ഭാഗമാക്കി വയ്ക്കും. അതിനുശേഷം പല തിരക്കുകളൊക്കെ വരുമ്പോഴേക്കും നമ്മളത് ഇട്ടുകളയും. എന്നാൽ ദൈവത്തിൽ കുറേ പുസ്തകങ്ങൾ നമുക്ക് റിലീസ് ചെയ്യാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ശരിക്കും അതിൽ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എത്ര പുസ്തകങ്ങൾ പുറത്തു കൊണ്ടുവരാമായിരുന്നു. ഓരോ പുസ്തകം പുറത്തു കൊണ്ടുവരുന്ന എൻ്റെ ഒരു ഉള്ളിൽ നിന്നുള്ളൊരു എൻ്റെ ഒരു കോൺസെപ്റ്റ് പറയുകയാണ്, എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുന്നതും ഏതെങ്കിലും ഒരു ലേഡി ഒരു കുഞ്ഞിനെ പ്രഗ്നൻ്റായി ഗർഭകാലത്തിലൂടെ പോയി പ്രസവിക്കുന്നത് ഏകദേശം ഒരുപോലെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ശരിക്കുള്ള രീതിയിൽ ഒരു പുസ്തകം ഡെലിവറി ചെയ്യാൻ അത്രത്തോളം അതിനകത്തോട്ടിറങ്ങി നമ്മളിതിൻ്റെ കോൺസെപ്റ്റ് കൺസീവ് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്ത് ഡെലിവറി ചെയ്യാൻ ഏകദേശം അതുപോലെയാണ്. ഈ കാലത്ത് പല ടൂൾസ് ഉണ്ട്, വേഗത്തിൽ പല കാര്യങ്ങൾ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ശരിക്കും അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ അതിന് കുറേ കഴിയുമ്പോഴേക്കും നമുക്ക് തന്നെ മടുപ്പ് വരും. എങ്കിലും ദൈവകൃപയാൽ കുറച്ചൊക്കെ ചെയ്യാൻ ദൈവം നമ്മെ സഹായിച്ചു. എനിക്ക് കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ കുറേ കൂടെ ചെയ്യണമെന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പോൾ മെനി ഗോഡ് ഗിവൺ അസൈൻമെൻറ്റ്സ് പാസ് ത്രൂ സീസൺസ് ഓഫ് ചാലഞ്ച് ബിഫോർ റീച്ചിങ് കംപ്ലീഷൻ. ദൈവമായിട്ട് തന്നെ നമുക്ക് തരുന്ന പല അസൈൻമെൻറ്റ്സും നമ്മളെ ഏൽപ്പിക്കുന്ന ചുമതലകളെല്ലാം അത് പൂർത്തീകരണത്തിലെത്തുന്നതിന് മുമ്പ് ഒത്തിരി വെല്ലുവിളികളിലൂടെ പോകേണ്ടി വന്നേക്കാം. അതിൻ്റെ അർത്ഥം ദൈവം കൂടെയില്ലെന്നോ ഈ ദൈവഹിതമല്ലെന്നോ ഒന്നുമല്ല എൻ്റെ അർത്ഥം. നമ്മൾ തന്നെ ദൈവം വാസ്തവത്തിൽ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ അങ്ങനെയല്ല സംഭവം. ഗലാത്യലേഖനം 6:9 അറ്റ് ദ പ്രോപ്പർ ടൈം we will reap a harvest if you do not give up. നമ്മൾ മടുത്തു പോകാതിരിക്കുവാണെങ്കിൽ, മടുത്ത് നിർത്തിക്കളയാതിരിക്കുവാണെങ്കിൽ ശരിയായ സമയത്ത് ഒരു വലിയ കൊയ്ത്തുണ്ടാകും എന്നാണ് പറയുന്നത്. ഇനി എബ്രായലേഖനം 12:1 റൺ വിത്ത് പെർസിവിയറൻസ് ദ റേസ് മാർക്ക്ഡ് ഔട്ട് ഫോർ അസ്. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക. അപ്പോൾ അവിടെ ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് റൺ വിത്ത് പെർസിവിയറൻസ് ദ റേസ് മാർക്ക്ഡ് ഔട്ട് ഫോർ അസ്. റേസ് മാർക്ക്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു റേസ്, ഒരു ഓട്ടം ഓടുമ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് ഒരു ട്രാക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിലാണ് ഞാൻ ഓടേണ്ടത്. ട്രാക്ക് തെറ്റിച്ചാലും പോയി. സോ റൺ വിത്ത് പെർസിവിയറൻസ്, ഓട്ടം സ്ഥിരതയോടുകൂടെ
ഓടുക എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ആ ഓട്ടത്തിൽ നിന്ന് ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ പോലും പാടില്ല അല്ലേ. ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരാൾ ബ്രേക്ക് എടുത്താൽ ആ സമയത്ത് ലൈം ജ്യൂസ് കുടിക്കാൻ പോയാൽ, ആ സമയത്ത് ഇത്തിരി ഐസിട്ട് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ, ഒരു കൊക്കക്കോള കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മാറിയാൽ പോയില്ലേ. ആ സമയത്ത് അതിൽ തന്നെ ഫോക്കസ് ചെയ്യണം. പല പല ടെംപ്റ്റേഷൻസ് വരാം, പല ഡിസ്കറേജ്മെൻറ്റുകൾ വരാം, പല ഡിസ്ട്രാക്ഷൻസ് വരാം. പക്ഷേ പെർസിവിയറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഫിനിഷിംഗ് ലൈനിൽ ടച്ച് ചെയ്യാൻ പറ്റൂ. ജെയിംസ് 5:11, യാക്കോബിൻ്റെ ലേഖനം 5:11, യു ഹാവ് ഹേർഡ് ഓഫ് ജോബ്സ് പെർസിവിയറൻസ്. ഇയ്യോബിൻ്റെ പെർസിവിയറൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇയ്യോബിൻ്റെ സ്ഥിരോത്സാഹം, എൻ്റെ മലയാളത്തിൽ ബൈബിളിൽ എങ്ങനെയാണെന്ന് നോക്കുക. യു ഹാവ് ഹേർഡ് ഓഫ് ജോബ്സ് പെർസിവിയറൻസ്. ഇയ്യോബിൻ്റെ സഹിഷ്ണുത, റൈറ്റ്. ഇയ്യോബിൻ്റെ സഹിഷ്ണുത എന്ന് വെച്ചാൽ ഇയ്യോബിൻ്റെ സ്ഥിരോത്സാഹം, അതിൽ തന്നെ നിന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. പെർസിവിയറൻസ് റൺസ് അൺഫിനിഷ്ഡ് എഫേർട്സ് ഇൻ ടു ലാസ്റ്റിംഗ് അക്കോംപ്ലിഷ്മെൻറ്റ്സ്. Perseverance turns unfinished efforts into lasting accomplishments. സ്ഥിരോത്സാഹമുള്ള ഒരാൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പൂർത്തീകരിക്കാതെ കിടക്കുന്ന എഫേർട്സ്, പല പല പ്രയത്നങ്ങൾ പലതിലും തുടങ്ങി വെച്ചു, അത് ലാസ്റ്റിംഗ് അക്കോംപ്ലിഷ്മെൻറ്റ്സ് ആക്കി മാറ്റാൻ ഈ പെർസിവിയറൻസ് എന്ന ക്വാളിറ്റിക്ക് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാമാണ് തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാതെ ഇട്ട് കളഞ്ഞത്? ലിസ്റ്റ് എടുക്കാമോ? ഒന്ന് ഓഡിറ്റ് ചെയ്തൊരു ലിസ്റ്റ് എടുക്കുക. എന്തെല്ലാം കാര്യങ്ങൾ തുടങ്ങി പൂർത്തിയാക്കിയില്ല. ഇപ്പോൾ ജിമ്മിൽ പോയി ചേർന്നു, പിന്നെ പോയിട്ടില്ല. വേറെ എന്തെങ്കിലും കോഴ്സിൽ പഠിക്കാൻ ചേർന്നു, പിന്നെ അത് വെച്ച് ഇട്ട് കളഞ്ഞു. പുസ്തകം എഴുതാൻ തുടങ്ങി, ഇടക്കാലത്തേക്ക് വെച്ച് ഇട്ട് കളഞ്ഞു. ഒരു പോയം എഴുതാൻ തുടങ്ങി, ഇടയ്ക്ക് വെച്ചിട്ടുള്ളൂ. ഒരു പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്ത് കുറേയൊക്കെ ചെയ്തു വെച്ചു, ഇനിയും കുറേ സ്ട്രോക്കുകൾ കൂടെ വന്നാൽ അത് പൂർത്തീകരിക്കും. പക്ഷേ പറ്റുന്നില്ല, മടുത്തു. ഇതുപോലെ ഒരു ബിസിനസ് ആരംഭിച്ചു, ഇടയ്ക്ക് വെച്ച് ഇട്ട് കളഞ്ഞു. ഇനി ഇങ്ങനെ ഇട്ട് കളഞ്ഞതെല്ലാം കൂടെ ചിലപ്പോൾ 1000 കാണുമായിരിക്കും. അതെല്ലാം ഇനി പൂർത്തിയാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അതിൽ വാസ്തവമായി ഇത് ദൈവത്തിൽ നിന്നാണ്, ദൈവഹിതമാണിത് പൂർത്തിയാക്കാൻ. ചിലതൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിലൊക്കെ തുടങ്ങിക്കാണും, അതൊക്കെ വിട്ടേക്കാം. അതിൽ നിന്നൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്നിൻ്റെ കാര്യങ്ങൾ എൻ്റെ ജീവിതകാലത്ത് ഞാൻ പൂർത്തിയാക്കും എന്ന് തീരുമാനിക്കുക. അതിൻ്റെ മേൽ കൈവയ്ക്കുക, ആ ലിസ്റ്റിൻ്റെ മേൽ കൈവച്ചങ്ങ് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഒരു മാരത്തൺ റണ്ണർ ചിന്തിച്ച് നോക്കുക. ഒരു മാരത്തൺ ഓടുന്ന ഒരാൾ ഇടയ്ക്ക് വെച്ച് ഭയങ്കര ക്ഷീണം, മസിൽ ക്രാംസ് പോലെയൊക്കെ തോന്നുന്നു, എവിടെയെങ്കിലും കിടന്നാൽ മതി, അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായി പിന്മാറാനുള്ള ടെംപ്റ്റേഷൻ വരാം. ബട്ട് ദ വിക്ടറി ബിലോങ്സ് ടു ദോസ് ഹു ക്രോസ് ദ ഫിനിഷിംഗ് ലൈൻ. ആരാണ് വിജയിയാകുന്നത്? ആ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്യുന്ന ആൾ മാത്രമല്ലേ. അപ്പോൾ കംപ്ലീഷൻ റിക്വയേഴ്സ് എൻഡ്യൂറൻസ്. എപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ ഇത് പൂർത്തിയാക്കണമെങ്കിൽ, എന്ത് കാര്യം പൂർത്തിയാക്കണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ആവശ്യമാണ്. നമ്പർ 3, ഗോഡ്സ് ലേറ്റർ വർക്ക് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ ദ ഫോമർ. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഒരു പ്രത്യേകത, അവസാന സമയങ്ങളിലേക്ക് മാറ്റിയിട്ടിരിക്കുന്ന ദൈവപ്രവൃത്തി ആദ്യകാലങ്ങളിനേക്കാൾ വലുതാകാൻ സാധ്യത, കൂടുതൽ ഗ്ലോറിയസ് ആകാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് ചിന്തിക്കുന്നത്. അതിഭയങ്കരമായി ആരംഭിച്ച് പിന്നെ 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 ഇല്ല, അങ്ങനെയല്ല. ഏറ്റവും അവസാനത്തേത് ആദ്യത്തേതിനേക്കാളൊക്കെ ഭയങ്കരമാക്കുക. അതാണ് ദൈവത്തിൻ്റെ ഒരു രീതി. നല്ല രീതിയിൽ അവസാനിപ്പിക്കുക, ചെറുതായി തുടങ്ങുക, നല്ല രീതിയിൽ അവസാനിപ്പിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. So God promised that the glory of the present house would surpass the former temple. ഒരുപക്ഷെ ആദ്യകാലത്ത് എനിക്ക് തോന്നുന്നു സോളമൻ്റെ കാലത്ത് പണി കഴിക്കപ്പെട്ട ആദ്യത്തെ ആലയം, അതിലൊരു ദൈവമഹത്വം ഇറങ്ങി. അവിടുത്തെ പുരോഹിതന്മാർക്ക് പോലും നിന്ന് ശുശ്രൂഷിക്കാൻ പറ്റാത്ത അത്രയും വലിയ ഇതൊക്കെ ഇറങ്ങി. ഗ്ലോറി ഓഫ് ദ പ്രസൻറ്റ് ഹൗസ് വുഡ് സർപാസ് ദ ഫോമർ ഹൗസ്. അന്നത്തേതിനേക്കാൾ വലിയ മഹത്വമാണ് ഇറങ്ങാൻ പോകുന്നത്. അതൊരു ഭയങ്കര സംഭവമല്ലേ. ആകെപ്പാട് ഡിസ്കറേജ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്, പണിയണോ പൂർത്തിയാക്കണോ, ഇത് ഞങ്ങളെക്കൊണ്ട് സാധിക്കുമോ, ദൈവം കൂടെ ഉണ്ടോ, ഇനി കാശ് തികയുമോ, ഈ ശത്രുക്കളെല്ലാം കൂടി വന്നത് പൊളിച്ചുകളെ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ്, ശ്രദ്ധിച്ച് കേൾക്കുക, ദൈവദാസനിലൂടെ അല്ലെങ്കിൽ പ്രവാചകനിലൂടെ പ്രത്യേകമായൊരു സന്ദേശം അവർക്ക് ലഭിക്കുകയാണ്. അന്ന് സോളമൻ്റെ കാലത്ത് ഡെഡിക്കേറ്റ് ചെയ്തതിനേക്കാൾ ഭയങ്കരമായൊരു ഗ്ലോറി ഇതിൻ്റെ മേൽ ഇറങ്ങാൻ പോവുകയാണ്.
Isaiah 43 verse number 19. ഏശയ്യാവിൻ്റെ പുസ്തകം 43:19. സി ഐ എം ഡൂയിങ് എ ന്യൂ തിങ്. പഴയതല്ല, പുതിയതൊന്നും ഞാൻ ചെയ്യാൻ പോവുകയാണ്. ജോബ് 8:7. യോബ് 8:7. യുവർ ബിഗിനിങ്സ് വിൽ സീം ഹംബിൾ, സോ പ്രോസ്പറസ് വിൽ യുവർ ഫ്യൂച്ചർ ബി. നിൻ്റെ ആരംഭം അല്പമായി തോന്നും, അന്ത്യം അതിമഹത്തായിരിക്കും. ജോയൽ 2:25. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2:25. ഐ വിൽ റെസ്റ്റോർ ദി ഇയേഴ്സ് ദ ലോക്കസ് ഹാവ് ഈറ്റൺ. എന്ന് വെച്ചാൽ തുള്ളനും വെട്ടുക്കിളിയൊക്കെ തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരമായി ദൈവത്തിന് മാത്രം സാധിക്കുന്നൊരു പരിപാടിയാണിത്. സോ ഗോഡ്സ് വർക്ക് മൂവ്സ് ഫോർവേഡ് ഫ്രം ഗ്ലോറി ടു ഗ്രേറ്റർ ഗ്ലോറി. ദൈവപ്രവൃത്തി എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു ലെവലിലുള്ള ദൈവമഹത്വത്തിൽ നിന്നും അടുത്തതിലേക്ക് കർത്താവ് കൊണ്ടുപോകും. സൂര്യൻ ഉദിക്കുമ്പോൾ എത്ര പേര് സൂര്യോദയം കണ്ടിട്ടുണ്ടോ? സൂര്യോദയത്തിന് മുമ്പാണോ സാധാരണ എഴുന്നേൽക്കുന്നതിന് ശേഷമാണോ? എപ്പോഴായാലും സൂര്യോദയം കാണാൻ. ഇപ്പോൾ ചിലരൊക്കെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ബീച്ചിലൊക്കെ പോയി ബൈനോക്കുലേഴ്സായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടിരിക്കും സൺറൈസ് കാണാൻ പോകുന്നൊരു പരിപാടി മിക്ക സ്ഥലങ്ങളിലുണ്ട്. അങ്ങനെ പോകുമ്പോൾ സൺറൈസ് കാണാൻ പോകുമ്പോൾ എങ്ങനെ തുടങ്ങുന്നത്? ചെറിയൊരു വെളിച്ചം. ദ സൺറൈസ് ബിഗിൻസ് വിത്ത് എ ഫെയിൻറ്റ് ലൈറ്റ്, അല്ലേ? നേരിയൊരു പ്രകാശത്തിലാണ് തുടങ്ങുന്നത്. പക്ഷെ കുറേശ്ശെ ആ ലൈറ്റ് കൂടി ഒരു 12 നോണൊക്കെ ആകുമ്പോൾ വാവ്, ദ ബ്രൈറ്റസ്റ്റ് ലൈറ്റ് എന്നതുപോലെ ആയിത്തീരും. ഇങ്ങനെ കൂട്ടി അതുകൊണ്ട് നിൻ്റെ ആയുസ് മധ്യാഹ്നം പോലെ പ്രകാശിക്കും എന്ന് യോബിൻ്റെ പുസ്തകത്തിലൊരു വചനമുണ്ട്. സോ ഗോഡ്സ് പ്ലാൻസ് അൺഫോൾഡ് പ്രോഗ്രസീവ്ലി. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതികൾ എപ്പോഴും എങ്ങനെയാണ് പുരോഗമനോന്മുഖമായ രീതിയിൽ കുറേശ്ശെ അഡ്വാൻസ് ചെയ്ത് മാത്രമേ വരുള്ളൂ, താഴേക്കല്ല. നമ്പർ 4, കംപ്ലീഷൻ റിവീൽസ് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. അടുത്തതാണ് എന്തെങ്കിലും ഒരു കാര്യം പൂർത്തിയായാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് റിവീൽസ് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. ദൈവത്തിൻ്റെ വിശ്വസ്തത അതിലുണ്ടെന്നാണ് അർത്ഥം. ഇപ്പം നമ്മളിവിടെ ഓരോ വർഷവും ബ്ലെസ്സിങ് ടുഡേയുടെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഫെബ്രുവരി 9 നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമാണ് 25 years of God's faithfulness, 26 years of God's faithfulness, 29 years of God's faithfulness, 30 years of God's faithfulness, 32 years of God's faithfulness. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ആക്ച്വലി നമ്മൾ ഇത്രയെങ്കിലും പൂർത്തീകരിച്ച് പോകുന്നതിൻ്റെ പുറകിലുള്ളത്. ഞാൻ എൻ്റെ തുടക്കകാലത്ത് ഒരിക്കലും എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. കാരണം ഇത് തുടങ്ങാൻ എളുപ്പമാണ്. ഒരു മിനിസ്ട്രി തുടങ്ങുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, എന്തെങ്കിലുമൊക്കെ പേര് വെച്ച് അങ്ങ് തുടങ്ങാം. പക്ഷേ എൻ്റെ അൺസ്റ്റഡി നേച്ചർ, എൻ്റെ വേവറിങ് മൈൻഡ് കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ കർത്താവേ? ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് നമ്മെ താങ്ങിയതും നടത്തിയതും. ദൈവത്തിൻ്റെ വിശ്വസ്തത അതിൻ്റെ പൂർത്തിയിലേക്ക് വരുമ്പോൾ അത് ദൃശ്യമായ രീതിയിൽ പ്രോജക്റ്റുകളുടെ ഫിനിഷായിട്ട് നമുക്ക് കാണാൻ കഴിയും. എവറി ഫുൾഫിൽഡ് പ്രോമിസ് ആൻഡ് ഫിനിഷ്ഡ് അസൈൻമെൻറ്റ് ബിക്കംസ് എ ടെസ്റ്റിമണി ഓഫ് ഹിസ് റിലയബിലിറ്റി. എന്തെങ്കിലുമൊക്കെ കർത്താവ് പറഞ്ഞു ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം ഹീസ് കൗണ്ടബിൾ, ഹീസ് ഡിപ്പെൻഡബിൾ, വി ക്യാൻ കൗണ്ട് ഓൺ ഹിം, ഹീസ് ട്രസ്റ്റ് വർത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. ജോഷുവ 21:45. നോട്ട് വൺ ഓഫ് ഓൾ ദ ലോർഡ്സ് ഗുഡ് പ്രോമിസസ് ഫെയിൽഡ്. അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളൊന്നും പാഴായില്ല. 1 Kings 8:56. നോട്ട് വൺ വേർഡ് വാസ് ഫെയിൽഡ് ഓഫ് ഓൾ ദ ഗുഡ് പ്രോമിസസ് ഹീ ഗേവ്. ദൈവം നൽകിയ വാഗ്ദാനങ്ങളൊന്നുപോലും പരാജയപ്പെട്ടില്ല. 2 Timothy chapter 4 verse number 7. 2 Timotheus 4:7. I have finished the race, I have kept the faith. Oh my God, നമുക്കെല്ലാം നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ ഡിപ്പാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഇത് ഭൂമിയിൽ നിന്ന് നമ്മൾ പറന്നു പോകുന്നതിന് മുൻപ് ഇത് പറയാൻ നമുക്ക് സാധിക്കുമോ? എന്താണത്? ഐ ഹാവ് ഫിനിഷ്ഡ് ദ റേസ്. ഞാൻ എൻ്റെ ഓട്ടം ഓടി പൂർത്തിയാക്കി. ഐ ഹാവ് കെപ്റ്റ് ദ ഫെയ്ത്ത്. എൻ്റെ വിശ്വാസം കാത്ത്, വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു. ഇലക്ട്രിസിറ്റിയൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ലാതിരുന്നൊരു കാലം. ആ സമയത്ത് സാധാരണ വിളക്ക് കത്തിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നത് എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ പിടിച്ചുകൊണ്ട്, തിരിയായാലും വിളക്കായാലും ഇങ്ങനെ പിടിക്കും.
ഇങ്ങനെ പിടിച്ചാലുള്ള ഗുണം ഇങ്ങനെ നേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാറ്റടിച്ചത് അടുത്ത 2 സെക്കൻഡ് കൊണ്ട് കിട്ടും. പക്ഷേ ഇങ്ങനെ പിടിച്ചാൽ അതിനെ നേരിട്ട് കാറ്റടിച്ചത് കെട്ടുപോകാതിരിക്കും. അപ്പം ഞാൻ പലപ്പോഴും ഞാൻ വിശ്വാസം കാത്തു എന്ന് പറയുമ്പോൾ ഈ തീ അണഞ്ഞു പോകാതെ ഇവിടെ നിന്ന് ഞാൻ എത്തേണ്ട സ്ഥലം വരെ ഇത് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയുള്ള ചില കോമ്പറ്റീഷൻസ്, ഫണ്ണി ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് ഉണ്ട്. തിരി കത്തിച്ചിട്ട് അത് കെട്ടുപോകാതെ ഈ ഒരു പോയിന്റിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്ക് കെടാതെ എത്തിക്കുന്നത് ആരാണ്? അപ്പോൾ ചിലരോട് പല പല കണ്ടീഷൻസും അതിൻ്റെ അകത്ത് കാണും. പൗലോസ് പറഞ്ഞ വിശ്വാസം കാത്തു. സോ കംപ്ലീഷൻ ഈസ് ദ മൊമെൻറ്റ് വെൻ ഫെയ്ത്ത് ബിക്കംസ് ടെസ്റ്റിമണി. വിശ്വാസം സാക്ഷ്യമായി മാറുന്ന നിമിഷമാണ് പൂർത്തീകരണം. വാവ്! അതുവരെ വിശ്വസിച്ചു നമ്മൾ പറയും, പക്ഷെ അതൊരു വലിയ സാക്ഷ്യമായിട്ട് മാറുകയാണ്. സോ വെൻ ഗോഡ് ഫിനിഷസ് ഹിസ് വർക്ക്, ദ ഹോൾ ഡിസൈൻ ബിക്കംസ് ക്ലിയർ. അതിനു മുമ്പ് ദൈവത്തിൻ്റെ ഡിസൈൻ നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് മൊത്തം പുറത്തേക്ക് വരുന്നത് എപ്പോഴാണ്? അത് പൂർത്തീകരണത്തിലാണ് അത് വിസിബിൾ ആകുന്നത്, ക്ലിയർ ആകുന്നത്. ഞാൻ ഈ വചനങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടാതെ അൺഫിനിഷ്ഡായിട്ട് കിടക്കുന്ന കോഴ്സുകൾ, ഡിഗ്രികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇന്ന് തീരുമാനിക്കുക, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കർത്താവ് സഹായിക്കും. ഫിലിപ്പി ലേഖനം 1:6 എടുത്ത് പല പ്രാവശ്യം വായിച്ച് പഠിക്കുക. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാന നാളോളം അതിനെ തികയ്ക്കും. പ്രത്യേകിച്ച് കർത്താവിൽ നമ്മൾ വിശ്വസിച്ചത് എന്ത് പ്രതികൂലിപ്പോൾ ഇനിയുള്ള കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ഇങ്ങനെയുള്ളതിനൊക്കെ വലിയ പ്രതികൂലങ്ങൾ ഈ ഭൂമിയിൽ വന്നേക്കാം. എങ്കിലും പിടിച്ചു നിൽക്കണം, കൈനീട്ടാം. കർത്താവ് ജനത്തെ അനുഗ്രഹിക്കും. രോഗികളായിട്ടുള്ളവർ പ്രത്യേകിച്ച് വിശ്വസിക്കുക. അത്ഭുതകരമായ രോഗസൗഖ്യം കർത്താവ് ജനങ്ങൾക്ക് കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിങ്ങനെ കാണുന്നു, ഈ കാലിൽ ഇങ്ങനെ നീര് വന്നിട്ട് ഭയങ്കരമായ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുകയാണ്. ഇൻ ജീസസ് നെയിം. ശരീരത്തിൽ ചില പ്രത്യേക അണുക്കളുടെ എന്തൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെയോ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവിധ രീതിയിലുള്ള രോഗാവസ്ഥയിലായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൈകൾ നീട്ടാം. കർത്താവെ, വിടുതലങ്ങ് അയക്കുന്നതിനായി നന്ദി. വലിയ രോഗസൗഖ്യങ്ങളുണ്ടാകട്ടെ. ഒത്തിരി എക്സ്പെൻസീവായിട്ടുള്ള എന്ന് വെച്ചാൽ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ഒത്തിരി എക്സ്പെൻസീവായിട്ടുള്ള ചില രോഗാവസ്ഥകൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. യേശുവിൻ നാമത്തിൽ അങ്ങനെയുള്ളവർ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. കർത്താവെ, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക, സ്റ്റേറ്റസിലെടുത്തിടുക, ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ. Something exciting is coming your way this April 4th. We're excited to be coming to Thiruvananthapuram on the 4th of April, that is Saturday, for the celebration of the cross.